ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, ഇന്ന് 6:30 മണിയായി. അപ്പോൾ രാവിലത്തെ മുറ്റപടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ്. ഇന്ന് ലീവായതുകൊണ്ട് ആർക്കും തിരക്കൊന്നുമില്ല. അപ്പോൾ ചായയൊക്കെ സാവധാനത്തിലായാൽ മതി. അപ്പോൾ എൻ്റെ അടുക്കള കാണിച്ചത് ഇതാണ്. എൻ്റെ ചെറിയ അടുക്കള, വർക്ക് ഏറിയ. എനിക്ക് ഒരു വിറകടുപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വിറകടുപ്പ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ചായ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ പിന്നെയും പൊടി തട്ടിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വ്യൂസും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ എൻ്റെ കറിയൊക്കെ റെഡിയായി, ചായ റെഡിയായി. അപ്പോൾ നമുക്കിനി ഉച്ചക്കത്തെ പണി ഉണ്ടല്ലോ. പിന്നെ ഉച്ചക്കത്തെ നമുക്ക് ആദ്യം തന്നെ മീൻ മേടിക്കാൻ പോകണം. കുറച്ച് ലേറ്റ് ആയാൽ പിന്നെ മീൻ കിട്ടില്ല. അതാണ് ആ മീൻ വണ്ടി കാണിച്ചു തരാം നിങ്ങൾക്ക് സൂം ചെയ്തിട്ട്. അപ്പോൾ അതാണ് മീൻ വണ്ടി. അപ്പം ഞാൻ മീൻ വാങ്ങിയെടുത്തിട്ടുണ്ട്. അയില മീനാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ വെട്ടിയെടുക്കണം, ചോറ് വെക്കണം. അപ്പോൾ ഫോൺ പിടിച്ചിട്ട് ഇത് എടുക്കാൻ ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് മീനൊക്കെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ചോറ് വെക്കാം. ചോറൊക്കെ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ഇനി ഞാൻ എൻ്റെ അടുപ്പ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം അരി കഴുകിയിടാം. വെള്ളം തിളച്ച് കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് അരി ഇടാം. അപ്പോൾ വേണ്ട, ഉള്ളിൽ നിന്ന് തീ കത്തുന്നുണ്ട് കേട്ടോ, പക്ഷേ പുറത്തേക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അരി വാർക്കുന്നതും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് മീൻ കറി വെക്കാൻ പോവാം. ഇപ്പം തന്നെ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലേറ്റായി, 1 മണിയാകാനായി. ഈ അരി വാർത്ത് വെച്ച് നമുക്ക് വേഗം മീൻ കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഇങ്ങനെ അരി വാർക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയാണ് അരി വാർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം മീൻ കറി ഉണ്ടാക്കിയാലോ. അത് ഞാൻ വേഗം അയല മീനൊക്കെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അരച്ച് അയലക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അയല പൊരിക്കാനും എടുക്കാം, കറി വെക്കാനും എടുക്കാം. ഇതാണ് കറി വെക്കുന്നത്, തേങ്ങ അരക്കുന്നത് കേട്ടോ. തേങ്ങ, മഞ്ഞൾ, മുളക്, തേങ്ങയിട്ട് അരച്ചെടുത്ത് ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇട്ട് കറി തിളച്ചാൽ മീനിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ തലശ്ശേരി മീൻ കറി. നല്ല ഫ്രഷ് അയില കേട്ടോ കിട്ടിയ. ഇനി നമുക്ക്
മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മുളകും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും വിനാഗിരിയും ചേർത്ത് ഒന്ന് പൊരിച്ചെടുത്തിടും. അപ്പൻ്റെ കറി ഉണ്ടോ? എന്തായാലും റെഡി. ഇനി വേഗം എൻ്റെ മോൾക്ക് ചോറ് വിളമ്പി കൊടുക്കട്ടെ. ഇന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഒരു പണിയും നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേഗം ഈ അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് എനിക്ക് വേഗം വീഡിയോ അവസാനിപ്പിക്കണം.